കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC 498A എന്ന് പറയുന്ന ഒരു കേസ് ഫയൽ ചെയ്താൽ ആ കേസിൽ ജയിക്കുവാനായിട്ട് വേണ്ട മിനിമം ആയിട്ടുള്ള 4 തെളിവുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് ഈ ഒരു സെക്ഷൻ പ്രകാരം കേസ് ഫയൽ ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ 4 മിനിമം എവിഡൻസുകളെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് തള്ളിപ്പോവാനും കൂടാതെ വ്യാജ പരാതി കൊടുത്തതിന് നിങ്ങൾക്കെതിരെ സെക്ഷൻ 211 പ്രകാരമൊക്കെ കേസുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നതാണെന്ത്, മെഡിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് 498 പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഡൗറിയുമായി ബന്ധപ്പെട്ട് ഭാര്യയെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് കേസ് വരിക. അങ്ങനെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ എപ്പോഴാണ് ശാരീരികമായി പീഡിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെ ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തുടങ്ങിയവയെ കുറിച്ചെല്ലാം കോടതിയിൽ ഹാജരാക്കണം. കൂടാതെ നിങ്ങൾ ചികിത്സിച്ച ഡോക്ടറെ വരെ നമുക്ക് ഈ കേസിൽ എന്താക്കാനായിട്ട് പറ്റും, സാക്ഷിയാക്കി വിസ്തരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പോയിന്റ് അപ്പം ഇങ്ങനെയാണ്, മെഡിക്കൽ എവിഡൻസ് ക്യാൻ ബി യൂസ്ഡ് ടു സപ്പോർട്ട് അലിഗേഷൻസ് ഓഫ് ഫിസിക്കൽ വയലൻസ് ഓർ ഇഞ്ചുറി. This evidence can include medical reports, photographs and expert opinion. എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നതാണ് ഡോക്ടറുടെ മൊഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ എവിഡൻസ് കറക്റ്റായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കേസിൻ്റെ 80% നിങ്ങൾ തോൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് വേണ്ട എവിഡൻസ് എന്ന് പറയുന്നതാണത് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത്. എന്താണ് സംഭവം എന്നത് വായിക്കാം. ഡോക്യുമെൻ്ററി എവിഡൻസ് സച്ച് ആസ് ഡൗറി ഡിമാൻഡ്സ്, threats and harassment can be used to support the allegations. This evidence can include letters, phone messages, emails, bank statements and other relevant documents that contain information related to the demand or acceptance of dowry can be used. ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭാര്യയുടെ ബന്ധുക്കളോടോ സ്വർണമോ കൂടുതൽ പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയോ ചോദിച്ചു കൊണ്ടുള്ളതിൻ്റെ എവിഡൻസ് നമ്മൾ കോടതിയിൽ ഹാജരാക്കണം. ആ എവിഡൻസുകൾ എന്ന് പറയുമ്പോൾ ചോദിച്ചു എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ ചോദിച്ചു എന്നുള്ളതിൻ്റെ എവിഡൻസ് വേണം. അതായത് ഏതെങ്കിലും ലെറ്റർ മുഖേന ചോദിച്ചത്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വഴി ചോദിച്ചത്, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് വഴി ചോദിച്ചിട്ടുള്ളത്. ഈ ഓഡിയോ വാട്സപ്പ് ക്ലിപ്പൊക്കെ എന്ന് പറയുമ്പോൾ എവിഡൻസ് ആക്ട് 65B(4) പ്രകാരമുള്ള സർട്ടിഫിക്കറ്റും കൂടി വേണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് കോടതിയിൽ നിലനിൽക്കുള്ളൂ. അടുത്തതാണ് ടെസ്റ്റിമോണിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ കംപ്ലൈൻറ്റ് ഓർ ദ വിക്ടിം whereas and accused persons can be used as evidence. These statements must be recorded before a magistrate under section 164 of the CRPC and should be supported by other evidences. Statements made by victim, her family members or other witness who have directly witnessed the demand or acceptance of dowry can be used as a direct evidence. നിങ്ങൾ FIRലും പോലീസ് സ്റ്റേഷനിലും പറയുന്ന പരാതി ഉണ്ടല്ലോ, ആ പരാതി എല്ലാം രേഖപ്പെടുത്തി ചാർജ് ഷീറ്റ് രേഖപ്പെടുത്തി കോടതിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വക്കീലും നിങ്ങൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 164 CRPC പ്രകാരം അവരുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു എവിഡൻസ് ആണ്. ആ എവിഡൻസ് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പിന്നീട് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ എവിഡൻസും എന്ത് ചെയ്യണം, ഈ മൊഴി കൊടുക്കുന്ന ആളുകൾ രേഖപ്പെടുത്തണം.
അത് രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമായിട്ട് പിന്നീട് നിങ്ങളെ തന്നെ ബാധിക്കുന്നതാണ്. നാലാമതായിട്ട് വരുന്നതാണ് എന്ത്? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സച്ച് ആസ് ബിഹേവിയർ ഓഫ് ദ അക്യൂസ്ഡ്, the timing of the incidents and the pattern of conduct can be used to support the allegations. Evidence that suggests that the accused demand or accepted dowry, such as sudden and unexplained changes in the financial status of the accused, can be used as circumstantial evidence. അതായത് ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യ തെളിവാണ്. അതായത് വളരെ സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭാര്യയുടെ കയ്യിൽ നിന്നുമുള്ള സ്വർണമോ പണമോ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിത നിലവാരത്തിലെ മാറ്റം വരുത്തുന്നു. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ മുമ്പുണ്ടായിട്ടുള്ള ക്രിമിനൽ കേസുകൾ, അവരുടെ വീട്ടുകാരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നത്. കാരണം കാശ് ഇങ്ങനെ കുമിഞ്ഞു കൂടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സഡനായിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തിൻ്റെ തെളിവായിട്ട് സ്വീകരിക്കാം? ഭാര്യയുടെ വീട്ടിൽ നിന്നും ഡൗറി മേടിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഈ തെളിവ് സമർപ്പിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഭാര്യയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ പറയുന്ന 4 എവിഡൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു കേസ് കോടതിയിൽ ജയിച്ച് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. യാതൊരുവിധ സംശയത്തിനും ഇട നൽകാത്ത രീതിയിലുള്ള എവിഡൻസുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് 498 പോലുള്ള കേസുകൾ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ കേസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. തെളിവില്ലാണ്ട് കേസ് തള്ളിപ്പോയാൽ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാരും നിങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം, വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ പല 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 കേസുകളും ഭാര്യമാർക്കെതിരെ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.